വീട്ടിലിരിക്കാൻ വയ്യ, ചെവി പൊട്ടുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലുള്ള ലൗഡ് സ്പീക്കർ കൊണ്ടുള്ള സൗണ്ട്. ഇത് പറഞ്ഞത് ആരാന്നല്ലേ? നമ്മുടെ നടിയും BJP നേതാവായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള അഹാന കൃഷ്ണയെ പറഞ്ഞത്. ഇത് കേട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. കാരണം BJP നേതാവായിട്ടുള്ള നമ്മുടെ അറിയാലല്ലേ കൃഷ്ണകുമാർ ഏട്ടനെ പണ്ട് ഈ ഈ നിലത്തെ മണ്ണിൽ കുഴി കുത്തി മറ്റേ കഞ്ഞി കൊടുത്ത ആ തറവാട്ടുകാരില്ലേ, അത് തന്നെ ആ തറവാട്ടുകാരനാണ് പറഞ്ഞത്. ആ തറവാട്ടുകാരൻ്റെ മോളാണ് പറഞ്ഞത്. അപ്പം അതും ഒരു BJP നേതാവിൻ്റെ മകള് അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ ലൗഡ് സ്പീക്കറിൻ്റെ സൗണ്ടിനെ പറ്റിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മൂവ്മെൻ്റ് അല്ലേ അല്ലേ? വല്ലാത്തൊരു ദീർഘ എന്താ പറയുക വീക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ട് ഈ കൊച്ചിങ്ങനെ പറഞ്ഞു എന്നുള്ള എല്ലാവരും ചോദിച്ചത്. സ്വന്തം അച്ഛൻ ഇങ്ങനെ BJPക്ക് വേണ്ടി ഒരു സംഖ്യ നടക്കുന്ന സമയത്ത് മോള് ഇമാതിരി പ്രസ്താവനകൾ പറയാൻ പറ്റുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഇത് കണ്ട് സന്തോഷിച്ച കുറേ ആൾക്കാരുണ്ട്. ഇതിനെ കണ്ട് അമർഷം കൊണ്ടിട്ട് എന്താ പറയുക തുള്ളിച്ചാടുന്ന കുറേ സംഘീയ ഭക്തന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യത്തിൽ അഹാന ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ? അതായത് അഹാന 2 സ്റ്റോറീസ് ആട്ടത് ഇൻസ്റ്റാഗ്രാമിൽ. ആദ്യത്തെ സ്റ്റോറി ഇതായിരുന്നു, അഹാനയുടെ ഒരു വീഡിയോ ആണ് ആദ്യ സ്റ്റോറി വന്നത്. ഈ സ്റ്റോറിയിൽ അഹാന പറഞ്ഞത്, എനിക്കൊന്ന് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എവിടുന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഇതാണോ ഈ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന സാധനം എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ലൗഡ് സ്പീക്കറിന് നമ്മുടെ തങ്കമനസിൻ്റെ പാട്ട് പാടുന്ന ഏതോ ഒരു പാവം പാട്ടുകാരൻ്റെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ്. രണ്ടാമത് അവിടെ കൊണ്ട് തീരുന്നില്ല, അഹാന രണ്ടാമത്തെ പോസ്റ്റ് ഇടുകയാണ്, വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട്. അപ്പോൾ സെയിം പാട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നിട്ട് മനസ്സിലാവും. ഒരു എന്താ പറയുക, ഒരു ലിബറലായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യണം. അതെ, നാട്ടിൽ ഇത്തരത്തിലുള്ള ശബ്ദ മലിനീകരണം അങ്ങനെയാണ് ഇങ്ങനെയാണ്. BJP നേതാവിൻ്റെ മോളല്ല, ഏത് കൊടി കുത്തിയ ഏത് സ്വാമിൻ്റെ മോളാണെങ്കിലും വേണ്ടില്ല, ഇങ്ങനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളെന്താ റെവല്യൂഷൻ നമ്മളെന്താ ഇപ്പം നമ്മളതിന് പറയാം. അതായത് ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് കൈയടിക്കാം. നമ്മുടെ BJP സംഘിക്കിട്ട് കൊത്താം, അല്ലെങ്കിൽ നമ്മുടെ BJP നേതാവ് കൃഷ്ണകുമാറിനത്ത് നമുക്കൊരു ചെറിയൊരു മേട്ടം കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഉണ്ടല്ലോ, അഹാന ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. അഹാന ഈ പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പല ആൾക്കാരും എന്ന് പറഞ്ഞു, ഈ അമ്പലത്തിലും പള്ളികളിലും ചർച്ചിലും, മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും അമ്പലത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് നോയിസ് പൊല്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കണ്ടേ ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മതേതരത്വം എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന നാടാണ് നമ്മുടെ നാട് അല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞാൽ മതേതരവും ഒരുപാട് അങ്ങോട്ട് തുള്ളിത്തുളുമ്പി നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ അമ്പലങ്ങളിൽ ഉത്സവം ഉണ്ടാവും. ഉത്സവത്തിൽ എന്താ കാവിലെ പാട്ട് മത്സരമല്ലേ? പാട്ട് മത്സരത്തിൽ പാട്ടൊക്കെ പാടും. 1, 2, 3 ദിവസമൊക്കെ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളിയിൽ പള്ളിപ്പെരുന്നാളുണ്ടാവും. 2, 3 ദിവസം ഇതുപോലത്തെ പല ശബ്ദ മലിനീകരണങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മുടെ മുസ്ലിം പള്ളികൾ നേർച്ചകളും ഉറൂസും ഒക്കെ ആയിട്ട് പല പല കാര്യങ്ങൾ നടക്കും. ഈ പറഞ്ഞ പോലെ 2, 3 ദിവസങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സഹിച്ച് ജീവിക്കുക, അതേ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കണം. നമ്മുടെ നാട് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ ഈ ശബ്ദമലിനീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് ഫോർവേഡ് തിങ്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇലക്ഷനും കാര്യങ്ങളും വരുമ്പം ശബ്ദമലിനീകരണം വേണ്ടിയിട്ടും വേണ്ടാതെയുണ്ട്. ഈ വണ്ടികളിലെ ഹോണ് വെച്ചിട്ടും അതും ഇതും ആക്കിയിട്ട് എല്ലാവിധ ശബ്ദമലിനീകരണം നമ്മുടെ നാട്ടിൽ നടത്തും. ഇതൊക്കെ ഉള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഈ അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ ചർച്ചുകളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ഒരു എന്താ പറയുക ആദർശവാദികളും അതല്ലെങ്കിൽ ഫോർവേഡ് തിങ്കിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. സഹിച്ചേക്ക് 2, 3 ദിവസമാണ്. നമ്മളൊക്കെ നമ്മളൊക്കെ ചെറുപ്പം മുതൽ ജീവിച്ച് ഈ ഒരു പ്രായം വരെ എത്തിയല്ലോ. ഇപ്പം എൻ്റെയൊക്കെ ഈ പ്രായം വരെ എത്തി. എൻ്റെ മുന്നോട്ടുള്ള ആൾക്കാർ അങ്ങ് പ്രായത്തെ അങ്ങ് മൂത്തിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് തന്നെ ജീവിച്ചത്. ഇവിടെ അഹാന പറഞ്ഞതുകൊണ്ട് അഹാന പറഞ്ഞത് ഭയങ്കര നല്ല കാര്യമാണ്. എന്താണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ക്രിസ്ത്യാനികളെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പള്ളികളിലും നിങ്ങളുടെ പള്ളി പെരുന്നാളുകളിലും നിങ്ങളുടെ പള്ളി നേർച്ചകളിലും അമ്പലത്തിൽ ഉത്സവങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയൊരു നാടൊന്നുമല്ല നമ്മുടെ നാട്.
അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് പറ്റുന്നില്ല സൗണ്ട് കേട്ടിട്ട് എന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. 2 ദിവസമല്ലേ മിണ്ടാണ്ടിരിക്കുക. അമ്പലങ്ങളിൽ രാവിലെയും വൈകിട്ടും ഭജനയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പള്ളികളിൽ 5 നേരം ബാങ്ക് കൊടുക്കുന്നുണ്ട് നിസ്കരിക്കാനുള്ള. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ മണിയടിയായിട്ടും കുർബാനകളായിട്ടും മറ്റ് പല കാര്യങ്ങളിലും ശബ്ദം പുറത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ അല്ലേ ഒരു പള്ളിയിൽ നേർച്ചയും അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ പള്ളി പെരുന്നാളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് സഹിച്ച് ജീവിച്ചാൽ പോരെ. അതുള്ളത് കൊണ്ട് ആ ഒരു ശബ്ദമലിനീകരണം വന്നതുകൊണ്ട് നിങ്ങളുടെ ആരും ചെവി പൊട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കേൾവിശക്തി നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് ഓരോ ദിവസത്തിൻ്റെ മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമുക്ക് ഭജന കേൾക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ മണിയടി കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ മൂഡ് ചേഞ്ചിൻ്റെ പ്രശ്നമാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പള്ളികളിലെ പാട്ടോ അല്ലെങ്കിൽ അമ്പലത്തിലെ ഭജനൻ്റെ ഒന്നും പ്രശ്നമല്ല അത്. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഞാൻ കംപ്ലീറ്റ്ലി ഇവർ പറഞ്ഞതിന് എതിർക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഫോർവേഡ് തിങ്കിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ മറ്റു പല ഉത്സവങ്ങളുടെ മറ്റു പല കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്നും നമ്മൾ വെറുതെ സംസാരിക്കേണ്ട. അതല്ലാണ്ട് ഞാനൊരു യുക്തിവാദിയാണ്, അതല്ലെങ്കിൽ ഞാനൊരു ഫോർവേഡ് തിങ്കറാണ്, ഞാൻ ഫ്രീ തിങ്കറാണ്, ഞാൻ എച്ചിൽ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിനെ കുറ്റം പറയാനും അമ്പലത്തിലെ ഭജനൻ അല്ലെങ്കിൽ ഈ പരിപാടികളെ കുറ്റം പറയാനും അല്ല പള്ളിയിലെ നേർച്ചനെ കുറ്റം പറയാനൊന്നും പോകണ്ടടോ. നമ്മുടെ നാട്ടിൽ ഇക്കാലം വരെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് നടക്കട്ടെ. ഇത് നടക്കുന്നിടത്തോളം അങ്ങോട്ട് പോട്ടെ. ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു മതത്തിനെ മറ്റൊരു മതത്തിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും സുഖം കണ്ടെത്തുന്നതിൽ അർത്ഥമില്ല. അത് പഹാന പറഞ്ഞാലും വേണ്ടില്ല, ആയിഷ പറഞ്ഞാലും വേണ്ടില്ല, ആനി പറഞ്ഞാലും വേണ്ടില്ല. അത്രയേ ഉള്ളൂ.